എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ജോഗ്രഫിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് പരീക്ഷയുടെ നിങ്ങൾക്ക് വരുന്ന ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിനെ ലൈൻ ബൈ ലൈൻ ഡിസ്കസ് ചെയ്യുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മലയാളം മീഡിയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഉടനെ തന്നെ ഇംഗ്ലീഷ് മീഡിയവും ആദ്യത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നീട് നമുക്ക് ഓരോ ചാപ്റ്ററുകളായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് കാലാവസ്ഥ എന്നും എന്താണ് ദൈനിക അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്താണെന്നും ഒക്കെ നമ്മൾ അത് തമ്മിലുള്ള വ്യത്യാസവും കാലാവസ്ഥ എങ്ങനെയാണ് നമ്മുടെ ജനജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അന്തരീക്ഷ താപനില എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സൂര്യനാണ് ഭൂമിയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പൂർണ്ണമായിട്ടുമുള്ള നമ്മുടെ ഊർജം അല്ലെങ്കിൽ നമ്മുടെ പ്രകാശം ഒക്കെ ലഭിക്കുന്നത് നമുക്ക് എവിടെ നിന്നാണ്? ഈ പറയുന്ന ചൂടും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. എങ്കിലും എങ്ങനെയാണ് ഈ സൂര്യനിൽ ഇത്രമാത്രം ഒരു ഊർജ്ജം ലഭിക്കുന്നത്, അല്ലെങ്കിൽ സൂര്യനിൽ എങ്ങനെയാണ് ഇത്രമാത്രം ഒരു ചൂടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്? അപ്പം അണുസംയോജനം പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജ്ജമുണ്ടാകുന്നത്. അതിനെ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ അണുസംയോജന പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജ്ജമുണ്ടാകുന്നത്. എന്താണ് ഈ അണുസംയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ന്യൂക്ലിയർ ഫ്യൂഷൻ പോലെ തന്നെ വേറൊരു പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന വേറൊരു ഐഡിയ കൂടിയുണ്ട്. അപ്പോൾ അതിപ്പം ഞാൻ സാന്ദർഭികമായിട്ടിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ആറ്റം ബോംബിലൊക്കെ യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ആശയമാണ്. ആറ്റം ബോംബ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. ഇപ്പോൾ ആറ്റം ബോംബ് എങ്ങനെയാണ്? നിങ്ങൾ ഒരു സ്ഥലത്ത് ഇപ്പം ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ഈ നമ്മുടെ ഈ ന്യൂക്ലിയർ ബോംബുകൾ, അതായത് ആറ്റം ബോംബുകൾ, അണുബോംബുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഇട്ട സമയത്ത് എങ്ങനെയാണ് സംഭവിച്ചത്? അത് പൊട്ടിത്തെറിച്ചിട്ട് മൊത്തം പടരുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് പോലത്തെ ഒരു ആശയമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിവിടെ നിങ്ങൾക്കത് എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കാനേ ഉള്ളൂ. അതായത് അണുസംയോജനം എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ പരീക്ഷയ്ക്ക് എന്തേ വരുള്ളൂ? പരീക്ഷയ്ക്ക് ഭൂമിയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായിട്ടുള്ള സൂര്യനിൽ ഏത് പ്രക്രിയയിലൂടെയാണ് ഊർജ്ജം ഉണ്ടാകുന്നത് എന്ന ഒരു വൺ വേർഡ് അല്ലെങ്കിൽ ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യമൊക്കെ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ എന്താണ് അണുസംയോജനം എന്നിവിടെ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2 അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ, ഞാൻ ഇങ്ങനെ വായിക്കുന്നത് അടിവര ഇടാം, 2 അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം. ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ അറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങളിലാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത്. ഇതിലൂടെ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്താണ് അപ്പോൾ പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മൾ ആറ്റങ്ങൾ എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് എന്തുണ്ട്? ഇപ്പം എന്താ പറയുക, ഹൈഡ്രജനും ഓക്സിജനും അങ്ങനെ പലതരത്തിലുള്ള നിങ്ങൾ അറ്റോമിക നമ്പറുകളുള്ള ആളുകളെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ചെറിയ അണുകേന്ദ്രങ്ങൾ ഉണ്ടാവില്ലേ, അത് ചെറിയ അറ്റോമിക നമ്പറുകളുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അറ്റോമിക നമ്പറുള്ള ഒരു ആറ്റമാണ്. അപ്പോൾ ഇത് മൂലകമാണ്. അപ്പോൾ ഇതിൽ ഇപ്പം ഹൈഡ്രജനിൽ തന്നെ നമ്മളിപ്പം ഡ്യൂറ്റീരിയം എന്ന് പറയുന്ന ഒരു ആറ്റമുണ്ട്, ഒരു മൂലകമുണ്ട്. അതുപോലെ തന്നെ ട്രിഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂലകമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ചെറിയ മൂലകങ്ങളാണ്, ചെറിയ അറ്റോമിക സംഖ്യകളുള്ള മൂലകങ്ങളാണ്. ഇവ തമ്മിൽ കൂട്ടിയിടിക്കും. ഇത് ചെറിയ അറ്റോമിക നമ്പറുകളുള്ള ഇത്തരത്തിലുള്ള മൂലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇവിടെ 2 ഡ്യൂട്ടീരിയത്തിൽ, ഇവിടെ 3 ട്രിഷ്യത്തിൽ. ഇത് രണ്ടും കൂടെ കൂട്ടിയിടിക്കുമ്പോൾ എന്താണ്?
അതിൽ നിന്ന് ആ കൂട്ടിയിടിയിലൂടെ ഒരു ഊർജ്ജം പുറത്തേക്ക് വരും. ഇവിടെ വരുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഹീലിയമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിടിച്ചു. ഇത് രണ്ടും കൂടെ കൂട്ടിയിടിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്ത് വന്നു? അവിടെ ഹീലിയം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു മൂലകം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ കൂട്ടിയിടിക്കുന്ന സമയത്ത് അവിടെ ഒരു ഊർജ്ജം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, കുറഞ്ഞ അറ്റോമിക സംഖ്യകളുള്ള മൂലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ ഒരു പുതിയ ആ കൂട്ടിയിടിയുടെ ശക്തിയുടെ ഭാഗമായിട്ട് ഒരു ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. അതുപോലെ തന്നെ അവിടെ ഹീലിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന സൂര്യൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങൾക്കും എന്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഊർജ്ജം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടിയിടിയിലൂടെ. വലിയ അറ്റോമിക നമ്പറുകളുള്ളതല്ല, കുറഞ്ഞ അറ്റോമിക. അപ്പോൾ ഇവിടെ ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ വകഭേദങ്ങളാണ് ഈ ഡ്യൂട്ടീരിയവും ട്രിഷ്യവും ഒക്കെ. ഹൈഡ്രജൻ്റെ വകഭേദങ്ങളായിട്ടുള്ള ഡ്യൂട്ടീരിയം ട്രിഷ്യം ഒക്കെ കൂട്ടിയിടിച്ചിട്ട് ഹീലിയമായി മാറുന്നു. ആ കൂട്ടിയിടിയിൽ ഹീലിയമായി മാറുന്നതിനിടയിലുള്ള ഈ കൂട്ടിയിടിയിൽ പുറത്തേക്ക് വരുന്ന ഊർജ്ജമാണ് സൂര്യനും അതുപോലെ തന്നെ നക്ഷത്രങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അണുസംയോജനത്തിലൂടെയാണ്. സൂര്യന് മാത്രമല്ല കേട്ടോ, സൂര്യൻ ഒരു നക്ഷത്രമാണ്. അതുപോലെ പ്രപഞ്ചത്തിലെ മറ്റ് നക്ഷത്രങ്ങൾക്കൊക്കെ ഈ ഹീലിയമാകുന്ന ഈ പ്രക്രിയയിലൂടെയാണ് ഊർജ്ജം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യനിൽ അണുസംയോജനത്തിലൂടെ ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നതായി കണക്കാക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം, അതായത് 600 മില്യൺ ടണ്ണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഹൈഡ്രജൻ ഹീലിയമായി. ഈ ഹൈഡ്രജൻ ഹീലിയമാണെന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ വകഭേദങ്ങളായിട്ടുള്ള ഡ്യൂട്ടീരിയവും ട്രിഷ്യവും തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് എന്തായി മാറുകയാണ്? ഹീലിയമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു എക്സ്ട്രാ നോളജിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ ഒരൊറ്റ വേർഡ് അണുസംയോജനം പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജ്ജമുണ്ടാകുന്നത് എന്നുള്ള കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇനി അണുസംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഊർജം സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, ഏകദേശം 200 ദശലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമാണ് ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത്. ഭൗമോപരിതലത്തിലെത്തുന്ന സൗരവികിരണത്തിൻ്റെ അളവിനെ ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് നമുക്ക് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് എന്താണ് ഈ സംഭവം നോക്കാം. ഓക്കെ, അപ്പം അണുസംയോജനം നടക്കുകയാണ്. അതായത് ഇവിടെ കൂട്ടിയിടിക്കുന്നു. ആ കൂട്ടിയിടിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ഹീലിയം ഉണ്ടാകുന്നു, ഊർജ്ജം ഉണ്ടാകുന്നു. ഇങ്ങനെ ഉള്ള ഊർജ്ജം സൂര്യനിലേക്ക് എത്തുകയാണല്ലോ. അപ്പോൾ സൂര്യനിൽ നിന്ന് ഈ ഊർജ്ജം ഹ്രസ്വതരംഗങ്ങളായി, അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു വാക്കെന്ന് പറയുന്നത് ഹ്രസ്വതരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഹ്രസ്വതരംഗങ്ങളായി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഈ ഊർജ്ജം ഹ്രസ്വതരംഗങ്ങളായി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഹ്രസ്വതരംഗങ്ങളായി എത്തുന്ന ഈ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസൊലേഷൻ. എന്താണ്? ഇൻസൊലേഷൻ. അപ്പോൾ ഇൻസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം, അണുസംയോജനത്തിലൂടെ സൂര്യനിൽ ഉണ്ടായിട്ടുള്ള ഊർജ്ജം ഹ്രസ്വതരംഗങ്ങളായി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നു. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഇൻസൊലേഷൻ. ഇനി ഇതിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സൂര്യനിൽ എത്രയോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സെക്കൻഡിലും 600 ദശലക്ഷത്തിലധികം ടണ്ണിലധികം എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്? ഊർജ്ജം എത്തുകയാണ്. അതിൽ 200 ദശലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമാണ് എവിടേക്ക് എത്തുന്നത്? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നുള്ളൂ. ഓക്കെ, അപ്പം സൂര്യനിൽ നിന്ന് ആദ്യമായിട്ട് ഊർജ്ജം എത്തുന്ന പ്രക്രിയയാണ് ഏത്? നമ്മുടെ ഇൻസൊലേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യനിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എന്തെത്തുകയാണ്? ചൂട്, താപം എത്തുകയാണ്. ഇതാണ് ഇൻസൊലേഷൻ. അതെങ്ങനെയാണ് എത്തുന്നത്? ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് എത്തുന്നത്. എന്താണ് ഈ ഹ്രസ്വതരംഗം? ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ ബോക്സിൽ ഹ്രസ്വതരംഗങ്ങളും ദീർഘതരംഗങ്ങളും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹ്രസ്വതരംഗങ്ങളും ദീർഘതരംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഹ്രസ്വതരംഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ തരംഗങ്ങളാണ്. ദീർഘതരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വലിയ തരംഗങ്ങളാണ്. എന്നാൽ ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞാനൊന്ന് വായിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജ്ജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. ആവൃത്തി കൂടുതലായതിനാൽ ഹ്രസ്വതരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകാനാകുന്നു. താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജ്ജ വികിരണം നടക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ടാണ്.
ഈ തരംഗങ്ങൾക്ക് ആവൃത്തി കുറവായതിനാൽ അന്തരീക്ഷ വസ്തുക്കളാൽ ആഗിരണം ചെയ്യപ്പെടുകയോ പ്രതിഫലിക്കപ്പെടുകയോ ചെയ്യുന്നു. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹ്രസ്വ തരംഗങ്ങളും ദീർഘതരംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ വേണമെങ്കിൽ ഒരു നിങ്ങൾക്കൊരു സൈഡിൽ വരച്ചിട്ട് കാണിച്ചു തരാം. ഒരു പേജ് ഇൻസേർട്ട് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. നോക്കാം. ഇപ്പം ഹ്രസ്വ തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സ്ഥലമാണല്ലോ. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സ്ഥലമാണ്. ഈ നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഊർജം പുറത്തേക്ക് പോകുന്നത് ഹ്രസ്വ തരംഗമായിട്ടായിരിക്കും. അതായത് ഇങ്ങനെ നല്ല ആവൃത്തി കൂടുതൽ, അതായത് ആവൃത്തി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ലേ, ഓരോ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഇതിങ്ങനെ തരംഗങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ തരംഗങ്ങൾ എന്ന് പറയുക. അതായത് ഒരു എന്തുണ്ടായിരിക്കും, ഒരു മുകൾ ഭാഗം ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ ട്രഫെന്നും അതൊക്കെ നമ്മൾ പറയും. അത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം മുതൽ ഒരു വേവ് അല്ലെങ്കിൽ ഒരു തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇവിടെ എത്തുമ്പോഴാണ് ഒരു തരംഗമാവുന്നത് അല്ലേ. ഇനി അടുത്ത തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴാണ്. അപ്പം തരംഗം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ തരംഗം എന്ന് പറയുക. ഈ തരംഗത്തിൽ എത്രത്തോളം ഈ ഓരോ തരംഗങ്ങൾ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്നത്, അതിനെയാണ് നമ്മൾ ആവൃത്തി കൂടുതൽ എന്ന് പറയുക. അതായത് അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് ഈ ട്രെയിനുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തരംഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയുക, അവിടെ ആവൃത്തി കൂടുതലാണ് എന്ന് പറയും. എന്നാൽ ചില തരംഗങ്ങൾ അറിയാം നമുക്ക്, ഒന്നുണ്ടായിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട്, അതായത് ആവൃത്തി കുറവുള്ള തരംഗങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ മേലെ വരച്ചത് ആവൃത്തി കൂടിയ തരംഗങ്ങളാണ്, താഴെ വരച്ചത് ആവൃത്തി കുറഞ്ഞ തരംഗങ്ങളാണ്. ഈ ആവൃത്തി കൂടിയ തരംഗങ്ങളെ നമുക്ക്, അതായത് ഓരോ സെക്കൻഡിലും ഒരുപാട് തരംഗങ്ങൾ ഉണ്ടായത് കണ്ടില്ലേ. ഇവിടെ ഒരു സെക്കൻഡിൽ എത്രയാണ്, കുറേ കഴിഞ്ഞിട്ടാണ് ഒരു തരംഗം ഉണ്ടായി, വേറെ കുറേ കഴിഞ്ഞിട്ടാണ് അടുത്ത തരംഗം ഉണ്ടാകുന്നത്. രണ്ടാമത് ബി എന്ന് പറഞ്ഞ ചിത്രത്തിൽ. എ എന്ന് പറഞ്ഞ ചിത്രത്തിൽ അങ്ങനെയാണോ? അല്ല. അപ്പം എ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ആവൃത്തി കൂടുതലാണ്. അതായത് ഹ്രസ്വ തരംഗത്തിൽ എന്ത് കൂടുതലാണ്? ഹ്രസ്വ തരംഗത്തിൽ ആവൃത്തി കൂടുതലായിരിക്കും. അതായത് അത് നല്ല സ്പീഡിലായിരിക്കും ഇതിങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവുക. എന്നാൽ ദീർഘതരംഗങ്ങളിൽ അങ്ങനെയാണോ? ദീർഘതരംഗങ്ങളിൽ അങ്ങനെയല്ല. ദീർഘതരംഗത്തിൽ എന്താ സംഭവിക്കുന്നത്? ദീർഘതരംഗത്തിൽ ആവൃത്തി കുറവാണ് ദീർഘതരംഗത്തിൽ. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ എന്താണ്, ആവൃത്തി എന്താണ്, ആവൃത്തി കുറവാണ് ദീർഘതരംഗത്തിൽ. അപ്പോൾ ബി ആണ് ദീർഘതരംഗം, എ ആണ് ഹ്രസ്വതരംഗം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതിലേക്ക് ഒന്നും കൂടെ വരാം. നല്ല ചൂടുള്ള, അപ്പോൾ സൂര്യൻ പോലത്തെ നല്ല ചൂടുള്ള പ്രതലമാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് വരുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഹ്രസ്വതരംഗ രൂപത്തിലായിരിക്കും. അതായത് കുറേ തരംഗങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ആവൃത്തി അതിന് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് അന്തരീക്ഷത്തിലെ മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇതിനെ ആരും പിടിച്ചു വെക്കില്ല. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് വേഗം എവിടേക്ക് എത്തും? ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തും. എന്നാൽ നമ്മുടെ ഈ ഹ്രസ്വതരംഗം അല്ലാത്ത ദീർഘതരംഗമാണെങ്കിലോ, ദീർഘതരംഗം താരതമ്യേന ചൂട് കുറഞ്ഞ, അതായത് ചൂട് തന്നെയാണ്, പക്ഷെ എന്നാലും ചൂട് അത്രത്തോളം ഇല്ലാത്ത, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള സ്ഥലമാണ്, എന്നാൽ ചൂട് അത്രത്തോളം ഇല്ലാത്ത സ്ഥലം, ഇപ്പോൾ നമ്മുടെ ഒരു അപ്പം ചൂടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ചട്ടിയോ അവിടെ നിന്നൊക്കെ ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ചൂട് കുറവാണ് താരതമ്യം. നമ്മൾ സൂര്യനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു തരംഗം പോകുന്നുണ്ടെങ്കിൽ അത് ദീർഘതരംഗമായിട്ടായിരിക്കും പോവുക. അപ്പോൾ ദീർഘതരംഗമായിട്ട് പോകുമ്പോൾ എന്താണ്, ദീർഘതരംഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ആവൃത്തി കുറവാണ്. ഒരു തരംഗം ഉണ്ടായിട്ട് കുറേ കഴിഞ്ഞാൽ തരംഗങ്ങൾക്ക് ഉണ്ടാവാൻ അത്യാവശ്യം കാലതാമസം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ആടിപ്പാടി നല്ല സ്പീഡ് കുറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അന്തരീക്ഷത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഹ്രസ്വതരംഗങ്ങൾ അങ്ങനെയല്ല, കുറേ ആവൃത്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് താഴോട്ടേക്ക് വരുമ്പോൾ അതിനെ പിടിച്ചു വെക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, സൂര്യനിൽ നിന്ന് വരുന്നത് നല്ല ചൂടുള്ള സ്ഥലമല്ലേ, അപ്പോൾ അവിടെ നിന്ന് വരുന്നത് ഹ്രസ്വതരംഗമാണ്. ഈ ഹ്രസ്വതരംഗമായിട്ട് വരുന്ന ഈ ചൂട് അല്ലെങ്കിൽ ഈ ഊർജ്ജം എന്ന് പറയുന്നത് ആവൃത്തി കൂടുതലായതുകൊണ്ട് തന്നെ അത് നേരെ അന്തരീക്ഷത്തിലെ മറ്റ് ഭാഗങ്ങളൊന്നും അതിനെ പിടിച്ചു വെക്കുന്നില്ല. അത് നേരെ എവിടേക്ക് എത്തുകയാണ്? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുന്ന സൗരകിരണങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നു. ഇതിനെയാണ് ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻസുലേഷൻ വഴിയാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എന്തെത്തിയത്? സൂര്യനിൽ നിന്നുള്ള
ചൂടെത്തിയത്. അപ്പോൾ ഇതുവഴി മാത്രമാണ് സൂര്യനിൽ നിന്ന് എന്ത് വരുള്ളൂ, ചൂട് ലഭിക്കുള്ളൂ, വേറെ ഒരു വഴിയിലൂടെയില്ല. അപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ചൂടെത്തുന്നത് എങ്ങനെയാണ്, ഇൻസുലേഷൻ വഴി. ഇനി ഈ ഇൻസുലേഷൻ വഴി വരുമ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണം എന്ന് പറയുന്ന ഇൻസുലേഷൻ്റെ മലയാളമാണ് കേട്ടോ. സൗരവികിരണത്തിൻ്റെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുകയും മേഘങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളായതിനാൽ അന്തരീക്ഷത്തെ കാര്യമായി ചൂട് പിടിപ്പിക്കാറില്ല. ഇവിടെ ഇത് ഇൻസുലേഷൻ വഴി വരുമ്പോൾ അധികം, ഞാൻ പറഞ്ഞു ഇതിനെ അന്തരീക്ഷത്തിലെ മറ്റു വസ്തുക്കളൊന്നും ഇതിനെ പിടിച്ചു വെക്കാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പിടിച്ചു വെക്കാറില്ല എന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ പിടിച്ചു വെക്കും. കുറച്ച് നമ്മുടെ അന്തരീക്ഷത്തിലെ മേഘങ്ങളിലും പൊടിപടലങ്ങളിലൊക്കെ തട്ടിയിട്ട് അത് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പ്രതിഫലിച്ച് പോവാറുണ്ട്. എന്നാൽ മിക്കവാറും അതികൾ ഇങ്ങോട്ടേക്ക് എത്തും. ഇപ്പോൾ ഒരു 100 അയച്ചാൽ എങ്ങനെ പോയാലും ഒരു 50 എങ്കിലും, 100 സൂര്യനിൽ നിന്ന് വരുന്ന ഊർജ്ജമാണെങ്കിൽ അതിലൊരു 50 എങ്കിലും എങ്ങോട്ടേക്ക് എത്താറുണ്ട്, ഭൂമിയുടെ ഉപരിതലത്തേക്ക് എത്താറുണ്ട്. ഇനി ഈ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്ന ഈ ചൂട് ഇൻസുലേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇങ്ങനെ ഇൻസുലേഷൻ വരികയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇൻസുലേഷൻ വരികയാണ്. അപ്പോൾ ഞാനത് വായിച്ചിട്ട് ഇൻസുലേഷൻ വരികയാണെന്ന്, ഇപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഇൻസുലേഷൻ വരികയാണ് കേട്ടോ. അപ്പോൾ അതാ സൂര്യൻ ഇവിടെ ഉണ്ട്. സൂര്യനിൽ നിന്ന് ഇത് ഭൂമിയുടെ ഉപരിതലമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഹ്രസ്വതരംഗമായിട്ട് ഇങ്ങനെ ഇൻസുലേഷൻ വന്നു. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, മേഘങ്ങളിലും പൊടിപടങ്ങളിലൊക്കെ തട്ടിയിട്ട് പ്രതിഫലിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്നാലും മിക്കവാറും എത്തും. ഇങ്ങനെ എത്തുന്നത് ഇത് നേരിട്ട് ഈ ഭൂമിയുടെ സൂര്യൻ്റെ ഇടയിലുള്ള അന്തരീക്ഷം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ അന്തരീക്ഷത്തിനെ അല്ല ഈ സൗരവികിരണം അല്ലെങ്കിൽ ഈ ഇൻസുലേഷൻ വഴി ചൂടാവുന്നത്, ഭൂമിയുടെ ഉപരിതലമാണ്. അതായത് നമ്മൾ വിചാരിക്കും ഈ സൂര്യനിൽ നിന്ന് ഇങ്ങനെ ഇത് വരുമ്പോൾ ഇത് അന്തരീക്ഷമൊക്കെ ചൂടാക്കിയിട്ടല്ല ഇത് എത്തുന്നതെന്ന്. അല്ല, ഇൻസുലേഷൻ വഴി അന്തരീക്ഷമല്ല ചൂട് പിടിക്കുന്നത്. ഇൻസുലേഷൻ വഴി ആരാണ് ചൂട് പിടിക്കുന്നത്, ഭൂമിയുടെ ഉപരിതലമാണ്. അതായത് ഈ താഴ്ഭാഗം നമ്മളൊക്കെ നടക്കുന്ന ഭൂമിയുടെ ഉപരിതലമില്ലേ, ഈ ഉപരിതലമാണ് ചൂട് പിടിക്കുന്നത്. അല്ലാതെ ആരല്ല ചൂട് പിടിക്കുന്നത്, നമ്മുടെ അന്തരീക്ഷമല്ല. അപ്പോൾ ഇൻസുലേഷൻ വഴി എന്തല്ല ചൂട് പിടിക്കുന്നത്, ഭൂമിയുടെ ഉപരിതലമാണ് ചൂട് പിടിക്കുന്നത്, അല്ലാതെ അന്തരീക്ഷമല്ല. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി സൗരവികിരണത്തിലൂടെ, അതായത് ഇൻസുലേഷനിലൂടെ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നു. തുടർന്ന് വിവിധ താപന പ്രക്രിയകളിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനം ഉണ്ടാകുന്നു. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവയാണ് പ്രധാന താപവ്യാപന പ്രക്രിയകൾ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നിട്ടുള്ളത്? അപ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ഒരു പേജ് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കാണിച്ചു തരാം. ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായി എന്ത് വരുന്നു, ഹ്രസ്വതരംഗങ്ങളായിട്ട് അതായത് വികിരണം ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്നു. ഭൂമിയുടെ ഉപരിതലം. അപ്പോൾ ഇങ്ങനെ ഇൻസുലേഷൻ, ഇതിപ്പോൾ ഈ വരുന്നതിനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് വിളിച്ചത്. ഈ ഇൻസുലേഷൻ വഴി വന്നിട്ടുള്ളതിന് ഇൻസുലേഷൻ വഴി വന്ന താപം അല്ലെങ്കിൽ ഊർജം നമ്മുടെ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിച്ചോ? ഇല്ല. ആരെയാണ് ചൂട് പിടിപ്പിച്ചത്? ഭൂമിയുടെ ഉപരിതലത്തിലാണ്. ഇനി ഇങ്ങനെ എത്തിയ ചൂട്, ഈ ഇൻസുലേഷൻ വഴി എത്തിയ ചൂട് പിന്നീട് പല പ്രക്രിയകളിലൂടെ ആണ് എവിടേക്ക് എത്തുന്നത്? അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇൻസുലേഷൻ വഴി അന്തരീക്ഷം ചൂട് പിടിക്കുന്നില്ല. ഇൻസുലേഷൻ വഴി എത്തിയ ചൂടിനെ അല്ലെങ്കിൽ ഊർജത്തെ വിവിധ താപന പ്രക്രിയകളിലൂടെ ആണ് അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് അന്തരീക്ഷം ചൂട് പിടിക്കുന്നില്ല. ഇൻസുലേഷൻ വഴി എത്തിയ ചൂട് പിന്നീട് വേറെ പ്രക്രിയകളിലൂടെ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുകയാണ്. അങ്ങനെ വേറെ പ്രക്രിയകളിലൂടെ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നു. അത്തരം പ്രക്രിയകളാണ് താപവ്യാപന പ്രക്രിയകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ താപവ്യാപന പ്രക്രിയകൾ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? താപവ്യാപന പ്രക്രിയകൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകളായിട്ടുള്ള ഇത്രയും ഭാഗങ്ങളാണ് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്.